6 മാസത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങളിൽ കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുന്നത്. അതുവരെ അമ്മയുടെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. സോ 6 മാസത്തിന് ശേഷം കട്ടിയാഹാരം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എത്ര എത്ര തവണ കൊടുക്കണം എന്നതെല്ലാം പൊതുവെ വരുന്ന സംശയങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ കട്ടിയാഹാരം കൊടുക്കുമ്പോൾ അത് കുറുക്ക് രൂപത്തിൽ കൊടുക്കാൻ ശ്രമിക്കണം. ഫസ്റ്റിലത്തെ ഒരു 1 മന്ത് 7 മന്ത് വരെ കുറുക്ക് രൂപത്തിൽ കൊടുക്കാൻ തുടങ്ങുക. റാഗി നല്ലൊരു ഫുഡാണ്. സൂചി ഗോതമ്പ്, നവരരി, കുന്നങ്കായ പൊടിച്ചത് ഇതെല്ലാം നന്നായി കുറുക്ക് രൂപത്തിൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 1 വീക്ക് 2-3 സ്പൂണ് ഒരു നേരം വെച്ച് കൊടുക്കുക. പിന്നെ അത് സെക്കൻഡ് വീക്ക് ആവുമ്പം അത് 2 നേരം വെച്ച് 3-4 സ്പൂണാക്കി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ ഒരു 7 മന്ത് ആവുമ്പം ഫ്രൂട്ട്സും വെജിറ്റബിളും കൊടുത്തു തുടങ്ങുക. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബനാന കൊടുക്കുക, ആപ്പിൾ കൊടുക്കുക, പ്യൂരി രൂപത്തിൽ കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാരറ്റ് കൊടുക്കുക, അതേപോലെ പൊട്ടാറ്റോ കൊടുക്കുക. ഇതെല്ലാം ആവിയിൽ വേവിച്ചിട്ട് നന്നായി ഉടച്ചു കൊടുക്കുക. പിന്നെ ഒരു 8-മാസം ആവുമ്പോഴാണ് ഗോതമ്പ് അതേപോലെ ധാന്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ധാന്യങ്ങളുടെ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് അമൃതപ്പൊടി. അമൃതപ്പൊടി നന്നായി പാലിൽ വിരകിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ വിരകിട്ടോ കുഞ്ഞിന് കൊടുക്കുക. പിന്നെ 9-മാസം തുടങ്ങുമ്പോഴാണ് മുട്ട കൊടുക്കേണ്ടത്. മുട്ടയുടെ മഞ്ഞ ആദ്യം കൊടുത്തു തുടങ്ങുക, പിന്നെ മുട്ടയുടെ വെള്ള കൊടുത്തു തുടങ്ങുക. പിന്നെ ഒരു 11 മാസം ആവുമ്പോഴാണ് കുഞ്ഞിന് പല്ല് വന്നതിന് ശേഷം മാത്രമേ ചിക്കനും അതേപോലെ ഫിഷ് എല്ലാം കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഏതൊക്കെ ഫുഡ് കൊടുത്താലും കുഞ്ഞിന് അതിന് അലർജി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ആദ്യം ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കുക. എന്നിട്ട് കുഞ്ഞിന് അതിനോട് അലർജി ഉണ്ടോ, കുഞ്ഞിന് ഛർദി ഉണ്ടോ, കുഞ്ഞിന് ദഹനം കറക്റ്റ് ആണോ അല്ലയോ നോക്കിയതിന് ശേഷം മാത്രമേ അത് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. ഒരു വയസ്സാവുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്.